പുതിയ പോയിന്റ് പറയൂ. ഇല്ലേ? പറയാനില്ല. അതെങ്ങനെ പറയും? പുതിയ പോയിന്റ് ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. JR പിണങ്ങി. ശരി, ശ്രീ എം പ്രകാശൻ, എന്തുകൊണ്ടാണ് ഇപ്പോൾ JR പത്മകുമാർ ഇറങ്ങിപ്പോയെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ജനാധിപത്യ സംവിധാനത്തെ ഇതുപോലെ വെല്ലുവിളിച്ചൊരു ഗവൺമെൻറ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല. ജനാധിപത്യത്തിൻ്റെ സകല സംവിധാനങ്ങളെയും ഈ ഗവൺമെൻറ് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, 370 അനുച്ഛേദം റദ്ദ് ചെയ്തു. അത് ഇവിടെ ഭരണത്തിൽ ഭൂരിപക്ഷം, നേരത്തെ കോൺഗ്രസിനും ഇതുപോലെ വമ്പിച്ച ഭൂരിപക്ഷമുള്ള കാലമുണ്ടായിരുന്നു. ഭരണത്തിൽ ഭൂരിപക്ഷമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ആകെ നരേന്ദ്രമോദി ഗവൺമെൻറ് സംഘപരിവാർ ശക്തികൾ വെല്ലുവിളിക്കുകയാണ്. അത് ജനാധിപത്യ സമ്പ്രദായത്തെ മാത്രമല്ല, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം, അതുപോലെ മതനിരപേക്ഷത, ഇതിനെല്ലാം തന്നെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ രാജ്യത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം അവരുടെ രാഷ്ട്രീയ ആയുധങ്ങളാണ്. അത് ED ആവട്ടെ, CBI ആവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ, അല്ലെങ്കിൽ ആദായനികുതി വകുപ്പാവട്ടെ, അതിനെല്ലാം ഉപയോഗിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും 7 സംസ്ഥാനങ്ങളിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള പാർട്ടി അധികാരത്തിൽ പോയിട്ട് അവിടെ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു കക്ഷി അധികാരത്തിൽ വരുന്നൊരു കാര്യം ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് BJPക്കാർ ഭരിക്കുന്ന 7 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരായിരുന്നില്ല ഭൂരിപക്ഷം. പിന്നീട് MLA മാരെ പണം കൊടുത്ത് വാങ്ങി ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കുകയാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്ത് എത്ര MP മാരെ, എത്ര MLA മാരെ, എത്ര നേതാക്കന്മാരെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ പണം കൊടുത്ത്, അല്ലെങ്കിൽ ED അയച്ച്, അല്ലെങ്കിൽ CBI കേസെടുത്ത് ഇവിടെ ആളുകളെ പിടിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണോ? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോൺഗ്രസ് അതിന് വഴങ്ങുന്നു എന്നുള്ളത് വേറെ കാര്യം. ഇന്ത്യയിൽ നേരത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള 13 പേർ ഇത് BJPയുടെ നേതാക്കന്മാരാണ്. നേരത്തെ PCC അധ്യക്ഷന്മാരായ 3 പേർ ഇത് BJPയുടെ നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ ഇതിൽ ജയിച്ചിട്ടുള്ള ഏതാണ്ട് 200-ലേറെ MLA-മാർ, MP-മാർ BJPയിലാണ്. രണ്ടാണ് മാർഗം. ഒന്നുകിൽ അവരെ ED-യെ അല്ലെങ്കിൽ CBI-യെ അല്ലെങ്കിൽ ആദായനികുതി വകുപ്പിനെ അയച്ച് ഭീഷണിപ്പെടുത്തും. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ പണം കൊടുത്ത് വാങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടി ഏതാണെന്നുള്ള ചോദ്യത്തിന് എന്താ 76 വർഷക്കാലത്ത് ഉത്തരം? അത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആണെന്നാണ്. ഏതാണ്ട് 3000-ലേറെ കോടി ഉറുപ്പിക നിയമപരമായിട്ട്, ഇപ്പോൾ നിയമൂല്യം ചോദിച്ചാൽ നിയമമുണ്ടാക്കി ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ടില്ലേ? ആ നിയമം തെറ്റാണെന്നാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ ED ചെല്ലുന്നു, അല്ലെങ്കിൽ CBI ചെല്ലുന്നു, അവരിഷ്ടം പോലെ പണം ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് BJP കൊടുക്കുന്നു. അതോടുകൂടി കേസില്ലാതാവുന്നു. ഇന്ത്യയിൽ ED-യും അതുപോലെ തന്നെ CBI-യും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള, അന്വേഷണത്തിന് പുറപ്പെട്ടിട്ടുള്ള 25ഓളം നേതാക്കന്മാർ അവർ BJP ആയപ്പോൾ പിന്നെ കേസില്ല, അന്വേഷണമില്ല എന്ന് പറഞ്ഞാൽ ED എന്താണ്? ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ സഖ്യം, ഖാർഗെ, നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹം അടക്കം അംഗങ്ങളായിട്ട് പ്രതി സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നിവേദനം കൊടുത്തു. പറഞ്ഞിരിക്കുന്നത് 97% കേസുകൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ്, പ്രതിപക്ഷ പാർട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ കൂറുമാറ്റാനാണ്. CBI-യും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ പറയുന്ന ഭരണഘടനാ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിനെതിരായിട്ട്. ഇവിടെ മുഖ്യമന്ത്രിമാരെ പിടിക്കുന്നു, നേതാക്കന്മാരെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഈ കേസ് പറഞ്ഞല്ലോ, ഇവിടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ കേസ് പറഞ്ഞല്ലോ. ആ കേസിനകത്ത് റെഡ്ഡി 2 തവണ പോലീസോട് പറഞ്ഞിട്ടുണ്ട്, ഈ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ പറയുന്ന ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേരില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ വെക്കുന്നു, BJPക്കാർ അവരെ പോയി കാണുന്നു, അദ്ദേഹം ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, എന്നിട്ട് അദ്ദേഹം മാപ്പുസാക്ഷിയായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രം മൊഴിയുടെ മേലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നൊരു നിലപാട് എന്ത് ജനാധിപത്യമാണ്? BJPക്കാർക്ക് എന്ത് ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ എന്താ അവർക്ക് അവകാശമുള്ളത്? മൊഴിയിലാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് കേജ്രിവാളും ഇന്ന് കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.